വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി കേരളമറിഞ്ഞ ദിനം ഉച്ചതിരിഞ്ഞായിരുന്നു ആഘോഷം. മുടിയൂർക്കോണം അറത്തിൽമുക്കിലെ ഹെൽത്ത് വെൽനസ് സെന്ററിൽ കേക്ക് മുറിച്ചു. ലഡ്ഡുവും മിഠായികളും വിതരണം ചെയ്തു. ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമായിരുന്നു പരിപാടികളെന്ന് നഗരസഭാ അധ്യക്ഷയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമായ സൂചനയുമുണ്ട്. പക്ഷെ നമ്മൾ ഇന്നിട്ട് ആഘോഷപൂർവ്വം കൊണ്ടാടാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണ്. നിങ്ങൾക്കറിയാം, വയനാട്ടിൽ ഇപ്പം ന്യൂസ് കാണിച്ചത് 89 പേരാണ് മരിച്ചത്. 89 പേരെ ഇപ്പം എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു മേഖലയിൽ 100-200 കുടുംബങ്ങൾ താമസിച്ചിരുന്ന ആ ഭാഗത്തേക്ക് ഒരാളെ പോലും കണ്ടെത്താനായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. അവിടെ പോകാൻ പറ്റുന്നില്ല. അപ്പം ഈ മരണസംഖ്യയുടെ ആഴം വർദ്ധിക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദേശീയ ദുഃഖാചരണം ഉൾപ്പെടെ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഒരു ജില്ലയിൽ ഇത്രയും ഒരു ദുരന്തമുണ്ടായ ഒരു സാഹചര്യത്തിൽ പോലും നമ്മളൊരു ചെറിയ രീതിയിൽ നമ്മളിത് ഇന്ന് നമ്മൾ പിന്നെ 1ാം വാർഷികം ആഘോഷിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. ജീവനക്കാരിൽ ഒരാളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. പിന്നീട് കൗൺസിലർമാർ കൂടി ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചു. പരിപാടിയിലെ പന്തികേട് തിരിച്ചറിഞ്ഞ് കൗൺസിലർമാരിൽ ചിലർ തന്നെയാണ് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. ആ സർവകക്ഷി യോഗത്തിൽ വെച്ച് ചെയർപേഴ്സൺ സൂചിപ്പിച്ചതാണ്, സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട് 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഈ ഉദ്ഘാടന സമ്മേളനം, അവിടെ വാർഷിക ഉദ്ഘാടനം നടന്നത്. വിഷയം ധാർമ്മികതയുടേതാണെന്ന നിലപാടാണ് CPM-ന്. അതിനാൽ സുശീല സന്തോഷ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കണം. അടിയന്തര കൗൺസിലിന് വന്നപ്പോൾ തന്നെ പതാക താഴ്ത്തി കെട്ടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പതാക താഴ്ത്തി കെട്ടി കൗൺസിലിന് മുമ്പ് തന്നെ അനുശോചനം അറിയിക്കണമെന്ന് പറഞ്ഞു. അനുശോചനം അറിയിച്ചു. ഒരു മൗന പ്രാർത്ഥനയൊക്കെ നടത്തി. അതിനുശേഷം താഴെ ഇറങ്ങിയ ചെയർപേഴ്സൺ എവിടേക്കാണ് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അർത്തുമുകൽ ഭാഗത്തുനിന്ന് ഒരാളെന്നെ വിളിച്ച് പറഞ്ഞത്, ടീച്ചറെ ഇവിടെ ആട്ടവും പാട്ടും ഒക്കെ കേൾക്കുന്നു, ബഹളമാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആ വെൽനസ് സെൻ്ററിൻ്റെ വാർഷികമാണ്. അവിടുത്തെ ജീവനക്കാരും ചെയർപേഴ്സണും അതുപോലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ അവിടെ ഒരു വലിയ ആഘോഷമായിട്ട് തന്നെ നടക്കുകയാണ്. BJP ഭരിക്കുന്ന നഗരസഭയിൽ പാർട്ടി പ്രതിനിധി കൂടിയായ സ്ഥിരം സമിതി അധ്യക്ഷൻ ബെന്നി മാത്യുവും ആഘോഷങ്ങളിൽ കൂട്ടായി. എന്നാൽ പരിപാടി സംഘടിപ്പിച്ചത് നഗരസഭ അല്ലെന്നും ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് ചടങ്ങിന്റെ ഭാഗമായതെന്നുമാണ് സുശീല സന്തോഷ് വിശദീകരിച്ചത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.